ഹായ് ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പിസ്സ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് അങ്ങനെ ഒരു പിസ്സ ഉണ്ടാക്കാം വിതൗട്ട് ഓവൻ ഇല്ലാതെ ഒരു ഫ്രൈ പാനിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസ്ക് യൂസ് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ യൂസ് ആക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. ഒലിവ് ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് അല്പം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പാൽ കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഈ പരുവത്തിൽ ബാറ്റർ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഈ ബാറ്ററിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മാവ് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാൽ നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ്റെ പകരം നിങ്ങൾക്ക് സോസേജോ അല്ലെങ്കിൽ മീറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാഗ്നേഷൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ മതി. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും ചെയ്തിട്ടെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സവാള, 2 ടൈപ്പ് ഓഫ് ക്യാപ്സിക്കൻ, സ്വീറ്റ് കോണൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് തേച്ചിട്ട് കൊടുക്കാം. ബട്ടർ സ്പ്രെഡ് ആയതിനു ശേഷം നമ്മുടെ പിസ്സ ഡോ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് പൊന്തി നിൽക്കണം, സെൻറ്റർ ഭാഗം കുഴിഞ്ഞിട്ട് നിൽക്കണം. ആ ഒരു ലെവൽക്കാണ് നിങ്ങളിത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി പിസ്സ സോസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ആക്കിയാലും മതി. ഇനി നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ ഉണ്ടാക്കുമ്പോൾ മൊസറല്ല ചീസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നന്നായിട്ട് ചീസ് ഇങ്ങനെ ഫുള്ളായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ഓഫ് ക്യാപ്സിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഞാനിവിടെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്വീറ്റ് കോൺ ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒലിവ് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസും കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോർമൽ ചീസിൻ്റെ സ്ലൈസസും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒറിഗാനും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒറിഗാനോ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ അല്പം ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് കുട്ടികൾക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പിസ്സ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.